ആരും സ്ക്രോൾ ചെയ്ത് പോകരുത്. ഇനി കൂന്തലായിട്ട് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം നിങ്ങൾ കൂന്തൽ ഉള്ളിയൊക്കെ ഇട്ടിട്ടാക്കലും അതുപോലെ തന്നെ പൊരിച്ചിട്ടെല്ലാം ആക്കലുണ്ടാവുമല്ലോ. അപ്പോൾ കുറച്ചൊന്ന് വെറൈറ്റി ആക്കിയിട്ട് ഒന്നാക്കി നോക്കി. അപ്പോൾ നമ്മളിതാ റെസിപ്പി പറഞ്ഞുതരാം. ഫസ്റ്റ് തേങ്ങയും അതുപോലെ തന്നെ മല്ലിയിലയും കരിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മുടെ പത്തൽ പൊടിയിലേക്ക് നമ്മുടെ ഈ ഒരു മിക്സ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് നമ്മുടെ കൂന്തലിലേക്ക് ഇതൊന്ന് നിറച്ച് കൊടുക്കലാണ്. ഈ ഒരു നമ്മൾ കുഴച്ച് വെച്ചത് ഈ ഒരു കൂന്തലിലേക്ക് നിറച്ച് കൊടുത്തിട്ട് നമുക്ക് ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് എൻഡിൽ ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ നിറക്കുന്ന സമയത്ത് തന്നെ സ്റ്റീമർ ചൂടാക്കാൻ മറക്കരുതേ. അപ്പോൾ ഇതാ സ്റ്റീമറിൽ നമ്മളിത് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്കൊരു ചെറിയൊരു സംഭവം കൂടി തയ്യാറാക്കി എടുക്കാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇത് ഡിപ്പ് ചെയ്തിട്ട് പൊരിക്കേണ്ട ഒരു മിക്സാണ്. അപ്പം അത് തയ്യാറാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ലേശം